ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, മത്സര പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. ഇനിയുള്ള നാളുകൾ വിശ്രമമില്ലാത്ത നാളുകളാണ്. ലക്ഷ്യത്തിലേക്കുള്ള നിതാന്തമായ പരിശ്രമമാണ് യഥാർത്ഥ വിശ്രമമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറുക. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസൃതമായ രീതിയിൽ നമ്മൾ മാറിയില്ല എങ്കിൽ നമ്മൾ കാലത്തിൻ്റെ ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു പോകും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. വളരെ ഊർജ്ജസ്വലരായി എപ്പോഴും സ്ഥിരോത്സാഹത്തോടുകൂടി മുന്നോട്ട് പോവുക. ചലഞ്ചർ ആപ്പ് നിങ്ങൾക്ക് കൂട്ടിനായുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവരാവകാശ കമ്മീഷനാണ്. രണ്ട് തലങ്ങളിലുള്ള, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള രണ്ട് കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ് വിവരാവകാശ നിയമത്തെക്കുറിച്ചായിരുന്നു. നിങ്ങളത് ക്ലാസ് കണ്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അതിൻ്റെ തുടർച്ച പോലെ ഇന്ന് നമുക്ക് വിവരാവകാശ കമ്മീഷൻ പഠിക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം. ദേശീയ വിവരാവകാശ കമ്മീഷൻ. നമുക്ക് ആദ്യം ദേശീയ തലത്തിലുള്ള വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മുടെ ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ അതേ വർഷം തന്നെയാണ്, 2005. 2005 ജൂൺ 15-ാം തീയതിയാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണെന്നും പഠിച്ചു. അതേ ദിവസം തന്നെയാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ഓക്കെ ആണല്ലോ? ഇത് എന്ത് സ്ഥാപനമാണ്? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, PSC ഈ അടുത്ത കാലത്തായിട്ട് ചോദിക്കുന്ന രീതിയാണ് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തതേത്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായതേത്, അല്ലാത്തതേത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു രീതി ഇപ്പം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കമ്മീഷൻ പഠിക്കുമ്പോൾ, ഒരു സ്ഥാപനം പഠിക്കുമ്പോൾ അതെന്ത് സ്ഥാപനമാണെന്ന് ആദ്യമേ പഠിച്ചു പോവുക. ദേശീയ വിവരാവകാശ കമ്മീഷൻ ഒരു സംശയവും വേണ്ട, അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം തന്നെയാണ്. എന്തുകൊണ്ട്? 2005 പാർലമെന്റിൽ പാസാക്കിയ ദേശീയ വിവരാവകാശ നിയമപ്രകാരമാണ് എന്തു നിലവിൽ വന്നത്? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമല്ലേ? ആണ്. അപ്പോൾ ദേശീയ വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ദേശീയ വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത മറ്റ് കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ ശരിക്ക് പരമാവധി 11 പേരാകാം, അല്ലെ? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത മറ്റ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിലും ഇത് തന്നെയാണ് അംഗസംഖ്യ. അത് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാവുന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാത്ത അംഗങ്ങളും എന്നല്ലേ പറഞ്ഞത്? ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പദവി എന്താണ്? ഏത് പദവിക്ക് സമാനമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിക്ക് സമാനമാണ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാന തലത്തിൽ വരുമ്പോൾ അത് ചീഫ് സെക്രട്ടറി എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ആ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പദവിക്ക് സമാനമാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അപ്പൊ എത്രമാത്രം ഉന്നതമായ പദവിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ, ഹെഡിനെ നമ്മൾ വിളിക്കുന്നത് ചെയർമാൻ എന്നല്ല സാധാരണ പറയുന്നത്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ദെൻ ഇനി ഈ അംഗങ്ങളെ, ഈ മുഖ്യ വിവരാവകാശ കമ്മീഷനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതാര്? രാഷ്ട്രപതി
രാഷ്ട്രപതി തന്നെയാണ്, അല്ലാതെ മറ്റാരുടെയും പേരും പറയരുത്. ഇവിടെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകാം. സാധാരണ ഭരണഘടനാ സ്ഥാപനങ്ങളാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, നമ്മൾ പഠിച്ചു വയ്ക്കും. പക്ഷെ പല സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ, ഇപ്പൊ നിങ്ങൾ വനിതാ കമ്മീഷൻ എടുത്താലും അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മീഷൻ എടുത്താലും ഇതിനൊക്കെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇവിടെ പറയരുത്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയങ്ങളായ 2 സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മുഖ്യ കമ്മീഷണറെയും നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ്. പക്ഷെ രാഷ്ട്രപതി നിയമിക്കും എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയോട് ഈ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്, അല്ലെങ്കിൽ ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് സ്ഥിരം ക്വസ്റ്റ്യനാണ് PSCയുടെ. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാര്? ഒരു സംശയവും വേണ്ട, നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ച അതേ ഉത്തരം തന്നെയാണ്, പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെയും ചെയർമാൻ ആര് തന്നെയായിരുന്നു? പ്രധാനമന്ത്രി. ഇവിടെയും പ്രധാനമന്ത്രി. നോക്കൂ, ഇവിടെ ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 പേരേ ഉള്ളൂ. മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ 6 പേര് പറഞ്ഞു, 2 എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ 3 പേരേ ഉള്ളൂ. പ്രധാനമന്ത്രി ചെയർമാനാണ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, രണ്ടാമൻ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, പിന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന അഥവാ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ 3 അംഗങ്ങളുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവും ആയിരിക്കും ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അത്? ഇനി അംഗങ്ങളെ നിയമിക്കുന്നത്, ഇനി ഞാൻ ഒരുമിച്ച് 1-2 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നിയമിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൂടെ ചേർത്ത് പറയാം. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്, അവരെ നീക്കം ചെയ്യുന്നത്, അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അവരിൽ നിന്ന് രാജിക്കത്ത് സ്വീകരിക്കുന്നത്, ഇതെല്ലാം രാഷ്ട്രപതി ആണ് ഉത്തരം. രാഷ്ട്രപതി. അപ്പോൾ ഒരുമിച്ച് മനസ്സിലിട്ടോളുക. നല്ല രസകരമല്ലേ? എളുപ്പം നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതല്ലേ? ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അവരിൽ നിന്ന് രാജിക്കത്ത് സ്വീകരിക്കുന്നത് എല്ലാം ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയാണ് എന്നോർത്തോളുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? മാറി 2019 വിവരാവകാശ ഭേദഗതി നിയമപ്രകാരം കാലാവധിയിൽ മാറ്റം വന്നു. കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരം പാർലമെന്റിന് ലഭിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു ആ നിയമം പഠിച്ചപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇവിടെ കാലാവധി എത്ര എന്ന് വെച്ചാൽ 3 വർഷമോ അംഗങ്ങൾക്ക് 65 വയസ്സോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3 വർഷമോ അംഗങ്ങൾക്ക് 70 വയസ്സോ. ഇവിടെ 65. 3 വർഷമോ അംഗങ്ങൾക്ക് 75 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? അതാണ് ദേശീയ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഈ കാലാവധി നിർദ്ദേശിക്കാനുള്ള അധികാരം ഇപ്പോൾ ആർക്കെന്ന് വെച്ചാൽ പാർലമെന്റ്. നമ്മൾ പലതവണ പറഞ്ഞു. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആസ്ഥാനം മാറി. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്, പക്ഷെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് മാറി. നേരത്തെ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. ഇനി അത് പറയരുത്. ഇപ്പം ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ CIC ഭവൻ. എന്താണ് CIC ഭവൻ? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഭവൻ. അത്രയേ ഉള്ളൂ. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി.
ഇനി നമുക്ക് നോക്കാം അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം എത്രയാണെന്ന് പരിശോധിക്കാം. നേരത്തെ ഉണ്ടായിരുന്നതിൽ മാറ്റം വന്നു. 2019 ഭേദഗതിയിലൂടെ അംഗങ്ങളുടെ കാലാവധിയിൽ മാറ്റം വന്നതുപോലെ തന്നെ അംഗങ്ങളുടെ ശമ്പളത്തിലും മാറ്റം വന്നു, വേതന വ്യവസ്ഥയിലും മാറ്റം വന്നു. ഇപ്പോ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഹെഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ശമ്പളം 2,50,000. അങ്ങനെ ആയിരിക്കില്ല ആൻസറിൽ തരുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമായിരിക്കും എന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ വരുന്നത്. കാരണം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 2,50,000 രൂപയാണ് പ്രതിമാസ ശമ്പളം, 2,50,000. അപ്പം നോക്കൂ, ദേശീയ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം, മുഖ്യ വിവരാവകാശ കമ്മീഷൻ ശമ്പളം 2,50,000. മറ്റംഗങ്ങളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 2,25,000 ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളത്തിന് തുല്യമാണ്. മറ്റത് സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന്. സുഹൃത്തുക്കളെ, ഇവിടെ ഞാനൊരു കാര്യം പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. അതായത് നമ്മുടെ ഇപ്പം ഈ വേതന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സാലറിയിൽ മാറ്റം വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾ ദേശീയ കമ്മീഷനും സംസ്ഥാന കമ്മീഷനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ 2,50,000 ഉള്ളൂ. അത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനാണ്. ബാക്കി എല്ലാവർക്കും 2,25,000. നിങ്ങൾ അങ്ങനെ മനസ്സിലിട്ടോളൂ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ശമ്പളം 2,50,000 അഥവാ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം. ഇനി ഇന്ത്യയുടെ മറ്റു വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും സംസ്ഥാനത്തെ മറ്റ് കമ്മീഷണർമാരുടെയും എല്ലാവരുടെയും ശമ്പളം ഒന്ന് തന്നെയാണ്. അത് ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്, 2,25,000 രൂപയാണ്. ഓക്കെ ആയല്ലോ ഇപ്പോൾ അത്? യെസ്. ഇനി നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? ഇന്ത്യയിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കും ഇന്ത്യയിലെ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇത് 12ാമത്തെ ആളാണ്. അപ്പോൾ ആളിൻ്റെ പേര് ഈ റീസെൻ്റ് ആയിട്ട് ചാർജ് എടുത്ത ആളാണ്. നമ്മൾ തൊട്ട് മുമ്പ് യശ്വർദ്ധൻ കുമാർ സിൻഹ എന്നൊക്കെ ആയിരുന്നു പഠിച്ചു വെച്ചിരുന്നത്. അദ്ദേഹം മാറിയതിനു ശേഷം പുതിയ ആൾ വന്നു. ആരാണ്? ഹീരാലാൽ സമരിയ. ഹീരാലാൽ, ഇവിടെ ഹരിലാൽ എന്നാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളൊന്ന് മാറ്റി വായിച്ചോളുക. ഹീരാലാൽ സമരിയ എന്നാണ് നമ്മുടെ പുതിയ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഓക്കെ ആണല്ലോ? ഈ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ പഠിച്ചാൽ ഉടനെ നിങ്ങൾ പഠിക്കണം ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. ഇവിടെ ഓർക്കുക, ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷന്റെയും വിവരാവകാശ കമ്മീഷന്റെയും കാര്യത്തിൽ PSC മറ്റൊരു ചോദ്യവും കൂടെ ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ചെയർമാൻ ആര്? നമ്മൾ പഠിച്ചു, MN വെങ്കടചല്ലയ്യ. ഇവിടെയും ചോദിക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആര്? AN തിവാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ മറ്റൊരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്കിപ്പം കാണാം, നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടും. നമ്മൾ ഈ 12 പേരെയും നമുക്കൊന്ന് നോക്കണം. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരാണ്? AN തിവാരിയാണ് രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, രണ്ടാമത്തത് കേട്ടോ. ഇനി നോക്കൂ, മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത. ഇന്ത്യയിൽ 2 വനിതകളാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ വനിത. രണ്ടാമതൊരാൾ കൂടിയുണ്ട്, ഇവർ കഴിഞ്ഞ ഉടൻ തന്നെ വന്ന ഒരാളുണ്ട്. രണ്ടാമത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുഷമ സിംഗ് ആണ്.
അപ്പോൾ അത്രയും ചോദ്യങ്ങളൊന്നും ഉറപ്പിച്ചു വെച്ചുകൊള്ളുക. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അഥവാ 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ AN തിവാരി. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ്മ സിംഗ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഇതുകൂടി നിങ്ങളൊന്ന് പഠിച്ചാൽ നമുക്ക് അതിലെ പോയിന്റുകൾ തീരും. ദേശീയ വിവരാവകാശ കമ്മീഷൻ തീരും, പിന്നെ സംസ്ഥാനം കൂടെ പഠിക്കുമ്പോൾ തീരും. ഇത് കുഞ്ഞു ടോപ്പിക്കാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് മാത്രം പഠിച്ചാൽ പോരെ, നിങ്ങൾ അതൊരു കാലക്രമത്തിൽ തന്നെ ഓർഡറായി തന്നെ പഠിച്ചു വയ്ക്കണം. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു, താഴെ തന്നിരിക്കുന്നവരിൽ പ്രധാനമന്ത്രിമാർ കാലക്രമത്തിൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ക്രമപ്പെടുത്തുക. അതുപോലെ വേണമെങ്കിൽ ഇതും കാലക്രമത്തിലൊക്കെ അടയാളപ്പെടുത്താൻ തരും, കുറേ പേരെ പേര് തന്നിട്ട്. അതുകൊണ്ട് കഴിയുന്നതും ഈ ഓർഡർ നിങ്ങളുടെ മനസ്സിലൊന്നുണ്ടാകണം. അത് ഒരു കാര്യം. ഇനി മറ്റൊരു ചോദ്യം, ഇത് ഈ എല്ലാ പേരും പഠിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ വർഷം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആ ചോദ്യ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തതാര്? നിർബന്ധമായിട്ടും അതിൽ 8 പേരാണ്. 8ാമത്തെ ആളാണ് അരുൺകുമാർ മിശ്ര. നിങ്ങൾക്കറിയാം, 8 പേരും പഠിക്കണം. ഇവിടെയും ആ ചോദ്യം ആവർത്തിക്കപ്പെടാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി പ്രവർത്തിക്കാത്ത വ്യക്തി ആര്? താഴെ തന്നിരിക്കുന്നതിൽ ഇതിലെ ഏതെങ്കിലും 3 തരും, ഇതിൽ ഉൾപ്പെടാത്ത ഒരാൾ പേരും തരും. അതായിരിക്കും ആൻസർ. അപ്പം ഇതറിഞ്ഞേ മതിയാവും. കാണാതെ പഠിക്കണ്ട, മനസ്സിലൊന്ന് വായിച്ചു വിട്ടേക്കുക. നോക്കൂ, ഒന്നാമൻ വജാഹത്ത് ഹബീബുള്ള. ഇനി ഓരോരുത്തരെ കുറിച്ച് പറയുമ്പം ബന്ധപ്പെട്ട ചോദ്യം കൂടെ പഠിക്കുക. വജാഹത്ത് ഹബീബുള്ള, ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആ ചോദ്യം കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചതാര്? വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ ആള് AN, ഇവിടെ N എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, AN തിവാരി. AN തിവാരി ഏറ്റവും കുറച്ചു കാലം മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആൾ. ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ AN തിവാരി. കൂടുതൽ കാലം വജാഹത്ത് ഹബീബുള്ള. ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അടുത്തത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആസ് ഷോർട്ടസ്റ്റ് ടേം എന്ന് ചോദിച്ചാൽ അത് AN തിവാരിയാണ്. AN, ഇവിടെ N മാത്രമേ ഉള്ളൂ, നിങ്ങളത് കൂടെ AN കൂടെ ഇട്ടോളൂ. AN തിവാരി. അപ്പം വജാഹത്ത് ഹബീബുള്ള, AN തിവാരി. മൂന്നാമത്തെ ആള് സത്യാനന്ദ മിശ്ര. 4 ദീപക് സന്ധു. 5 സുഷമ്മ സിംഗ്. 6 രാജീവ് മാത്തൂർ. 7 വിജയ് ശർമ്മ. 8 RK മാത്തൂർ അഥവാ രാധാകൃഷ്ണ മാത്തൂർ. 9 സുധീർ ഭാർഗവ. 5 ബിമൽ ജുൽക്ക. 5 നമ്മൾ എത്ര? 10 ബിമൽ ജുൽക്ക. 11 യശ്വർദ്ധൻ കുമാർ സിൻഹ, കഴിഞ്ഞ ആള്. 12 ഹീരാലാൽ സമരിയ. വജാഹത്ത് ഹബീബുള്ള, AN തിവാരി, സത്യാനന്ദ മിശ്ര, ദീപക് സന്ധു, സുഷമ്മ സിംഗ്, രാജീവ് മാത്തൂർ, വിജയ് ശർമ്മ, രാധാകൃഷ്ണ മാത്തൂർ, സുധീർ ഭാർഗവ, ബിമൽ ജുൽക്ക, യശ്വർദ്ധൻ കുമാർ സിൻഹ, ഹീരാലാൽ സമരിയ. 12 പേര്. ഇതിൽ 3 പേരെ കുറിച്ചുള്ള അഡീഷണൽ ചോദ്യമുണ്ട്. 3 അല്ല, 1-2 പേരെ കുറിച്ചുള്ള അഡീഷണൽ ചോദ്യങ്ങളൂടെ നമുക്ക് പറയാം. ആദ്യം നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇദ്ദേഹം എത്രാമത്തെ വിവരാവകാശ കമ്മീഷണറാണ്? 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. അത്ര ഓർത്തോളുക. ഇനി പ്രഥമ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അഥവാ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്താണ്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചിട്ടുള്ളത് വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത്തെ ആള് AN തിവാരി. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ചുള്ളത് അദ്ദേഹമാണ്. ദീപക് സന്ധുവിനെ കുറിച്ച് പറയുമ്പം ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത. സുഷമ്മ സിംഗിനെ കുറിച്ച് പറയുമ്പം 2ാമത്തെ വനിത. മുഖ്യ വിവരാവകാശ കമ്മീഷനായി പ്രവർത്തിച്ച 2ാമത്തെ വനിത. ഇത്രയും ഓർക്കുക ദേശീയ വിവരാവകാശ കമ്മീഷൻ. ഇനി നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കൂടി ഒന്ന് കടന്നു ചെല്ലാം. എന്താണെന്ന് നോക്കാം. ഇന്ത്യയില് ഈ സംസ്ഥാന തലത്തിൽ
വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് 2005 തന്നെയാണ്. പക്ഷെ ഒക്ടോബർ 12 ഡിസംബർ 19. വർഷം കറക്റ്റാണ്, മാസവും തീയതിയും വ്യത്യാസമാണ് ദേശീയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, അല്ലെ? അപ്പൊ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ തലവനെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതാര്? ഗവർണറാണ്. സംസ്ഥാനത്തെ ഭരണഘടനാ തലവനായ ഗവർണറാണ്. ഇനി ഓർക്കണം, ഇവിടെ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദേശീയ തലത്തിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓർത്തോളുക, അത് തന്നെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരിക്കാം? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത അംഗങ്ങളുമാണ് സംസ്ഥാനത്തും അംഗസംഖ്യ എന്ന് പറയും. ഇവരെല്ലാവരെയും നിയമിക്കുന്നത് ഗവർണറാണ്. നമ്മൾ അവിടെ പഠിച്ച ദേശീയ തലത്തിൽ പഠിച്ച 5-6 ചോദ്യങ്ങളുടെ ഉത്തരം രാഷ്ട്രപതി എന്ന് പഠിച്ചില്ലേ? അതിവിടെയും പഠിക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്, അവരിൽ നിന്ന് രാജിക്കത്ത് സ്വീകരിക്കുന്നത് ഒക്കെ ഗവർണറാണ്. അപ്പം ഗവർണർ നിയമിക്കും എന്ന് പറയുമ്പോൾ ആ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അവിടെ നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന അഥവാ അവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ആ കമ്മിറ്റിയിൽ ദേശീയ തലത്തിൽ പറഞ്ഞതുപോലെ 3 അംഗങ്ങൾ ഇവിടെയുമുണ്ട്. മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. എന്തെളുപ്പം, അവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇവിടെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു സംസ്ഥാന മന്ത്രി. അതുപോലെ തന്നെ അടുത്ത ആരാണ്? സംസ്ഥാനത്തെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. ക്ലിയർ ആയല്ലോ? ഇനി ഇവരുടെ പ്രതിമാസ ശമ്പളം എത്രയാണ്? നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റംഗങ്ങളുടെയും പ്രതിമാസ ശമ്പളം തുല്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്ക് തുല്യമാണ്? ആരുടെ ശമ്പളത്തിന് തുല്യമാണ്? സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. 2,25,000. മുഖ്യന്റെയും മറ്റുള്ളവരുടെയും സെയിം തന്നെയാണ്, 2,25,000. കാലാവധി ദേശീയ തലത്തിൽ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സംസ്ഥാനത്തും അത് തന്നെയാണ്. 3 വർഷമോ അംഗങ്ങൾക്ക് 65 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? 3 വർഷമോ അംഗങ്ങൾക്ക് 75 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത്? അപ്പൊ കേരള സംസ്ഥാനത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ റീസെന്റ് ആയിട്ട് ഇപ്പം മാറി. നിങ്ങൾക്കറിയാം, ബിശ്വാസ് മേത്തയായിരുന്നു. അദ്ദേഹം മാറിയിട്ട് ഹരി നായർ എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം ആ പദവി വഹിക്കുന്നത്. കേരള സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹരി നായറാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ PSC ചോദിച്ചുള്ള ഒരു പ്രധാന ചോദ്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. സംശയം വേണ്ട, പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പോൾ സുഹൃത്തുക്കളെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 2 തലത്തിലുള്ള കമ്മീഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ വിവരാവകാശ നിയമവും ഈ 2 കമ്മീഷനും കൂടി ഒരുമിച്ച് തന്നെ പഠിച്ചു വെച്ചോളുക. തീർച്ചയായിട്ടും സുപ്രധാന നിയമങ്ങളിൽ ഇത് ഉൾപ്പെട്ടതാണ്. അല്ലാതെ സംസ്ഥാന തലത്തിലുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ടോപ്പിക്കിലും പഠിക്കാനുണ്ട്. അപ്പൊ എല്ലായിടത്തും പ്രയോജനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്കത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.